നെതർലാൻഡിൽ 2 days നിൽക്കുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, 2023 ഓഗസ്റ്റിൽ ചേട്ടനും ഫാമിലിയും അമ്മച്ചൊക്കെ വന്ന സമയത്ത് ഞങ്ങളൊരു റോഡ് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. ബ്രേമനിൽ നിന്ന് നെതർലാൻഡ്സ്, ബെൽജിയം, ലക്സംബർഗ്, ഫ്രാൻസ് വഴി സ്വിറ്റ്സർലാൻഡിലോട്ട്. അമ്മച്ചി യൂറോപ്പിൽ കാലുകുത്തിയിട്ട് 2 വീക്സിൽ തന്നെ 6 കൺട്രീസാണ് കണ്ടത്. ഞങ്ങളും ഫസ്റ്റ് ടൈമാണ് ഈ കൺട്രീസൊക്കെ കാണുന്നത്. ദിസ് വാസ് സോ എക്സൈറ്റിംഗ് ട്രിപ്പ് ഫോർ അസ്. ഞങ്ങളത് ശരിക്കും എൻജോയ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ഈ യാത്രാ വീഡിയോകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ട്രിപ്പിംഗ് ബീസ്. We're tripping bees. ജർമ്മനിയിൽ വന്നിട്ട് ഇത് ഞങ്ങളുടെ ഫസ്റ്റ് ലോങ് ട്രിപ്പായിരുന്നു. ഞങ്ങൾ 8 പേരുണ്ടായിരുന്നു. ചേട്ടൻ്റെ ഫാമിലി, ഞങ്ങളുടെ ഫാമിലി, പിന്നെ അമ്മച്ചി. അതുകൊണ്ട് ഞങ്ങളൊരു 9 സീറ്റർ വണ്ടി റെൻറ്റിനെടുത്തു. ഞങ്ങളിവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് ജർമ്മൻ ലൈസൻസ് എടുക്കാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ചേട്ടനാണ് ഈ ട്രിപ്പ് മുഴുവൻ വണ്ടി ഓടിച്ചത്. ഞങ്ങൾ ട്രാവൽ ചെയ്ത് തുടങ്ങിയ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് ട്രാഫിക് ബ്ലോക്ക് കിട്ടി. ഞങ്ങൾക്കത് കണ്ടപ്പോൾ ഭയങ്കര ഒരു അത്ഭുതമായിരുന്നു. കാരണം ആർക്കും റഷില്ല, എല്ലാവരും നല്ല കാമായി ഹോണൊന്നും അടിക്കാണ്ട് അവരവരുടെ ലൈനിൽ തന്നെ നിൽക്കുന്നു. നടുക്കിലത്തെ ഒരു ലൈൻ ഫ്രീ ആയിട്ട് വിട്ടിട്ടുമുണ്ട്. പിന്നെയാണ് ഞങ്ങൾക്ക് കാര്യം മനസ്സിലായത് അത് ആംബുലൻസിനും പോലീസ് വണ്ടികൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള വഴിയാണെന്ന്. ജർമ്മനിയിൽ നിന്ന് നെതർലാൻഡ്സിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്ക് വിസിബിളായിട്ട് ഒരു ചേഞ്ച് മനസ്സിലാവും. 2 സൈഡിലും ഫുള്ള് കൃഷിയിടങ്ങളാണ്. നെതർലാൻഡ്സിൻ്റെ പല ഭാഗങ്ങളും, അതായത് ഒരു 1/4 ഭാഗത്തോളം സീ ലെവലിന് ഒരുപാട് താഴെയാണ്. എന്നിട്ട് പോലും നെതർലാൻഡ്സ് ആണ് വേൾഡിലെ 2nd ലാർജസ്റ്റ് അഗ്രികൾച്ചറൽ എക്സ്പോർട്ടേഴ്സ്. അങ്ങനെ നമ്മൾ ട്രാവൽ ചെയ്ത് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ഗീത്തോൺ വില്ലേജിലെത്തി. ഇപ്പോൾ എവിടെയാണ് നമ്മൾ? നെതർലാൻഡ്സിൽ. എന്ത് ചെയ്യാൻ പോണേ? ബോട്ട് വീട്ടിൽ നിൽക്കാം. ശരി, അതിൻ്റെ ഫ്രണ്ടിൽ. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമ്മൾ നേരിട്ട് ഗീത്തോൺ വില്ലേജിലെത്തിയിട്ടാണ് നമ്മുടെ ബോട്ട് ബുക്ക് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ബുക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ അവർ നമ്മളോടൊരു ആപ്പ് ഫോണിൽ ഡൗൺലോഡ് ചെയ്യാൻ പറയും. ആ ആപ്പിൽ നമ്മൾ ഏത് റൂട്ടിൽ കൂടെയൊക്കെയാണ് പോകേണ്ടതെന്നും അങ്ങനത്തെ ഡീറ്റെയിൽസൊക്കെ അതിലുണ്ട്. റൂട്ട് മാപ്പ് ഒക്കെ ഉണ്ട്. എനിക്ക് തോന്നണേ ഇത് നമ്മുടെ കുമരകം പോലെ തന്നെ പല പല ബോട്ടിന്റെ ആൾക്കാരുണ്ട്. മനസ്സിലായ? അത്രേ ഉള്ളൂ. റൂട്ടൊക്കെ ഒന്ന് തന്നെയാ. നമ്മള് ബോട്ട് ഡ്രൈവ് ചെയ്യാണ്. എന്റെ അപ്പ ഡ്രൈവ് ചെയ്യാണ് ബോട്ട്. അപ്പൊ ഞാൻ എൻ്റെ ബ്രദറ്. അപ്പൊ നമ്മള് നെതർലാൻഡിൽ 2 days നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയും സ്വയം ട്രോളിയും നല്ല ഒരു കിടുക്കൻ ഈവനിങ് ആയിരുന്നു. നമ്മുടെ ട്രിപ്പിൻ്റെ ഡേ 1 ഒട്ടും മോശമായില്ല. അങ്ങനെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഈ മെയിനായിട്ടുള്ളൊരു ലേക്ക് പോലത്തെ ഏരിയ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് പിന്നെയും നമ്മൾ കുഞ്ഞിയ കൈവഴികളിലേക്ക് കടക്കുമ്പോൾ 2 സൈഡിലും വീടുകളും റെസ്റ്റോറൻറ്റൊക്കെ ആയിട്ടുള്ള ചെറിയ സ്ഥലങ്ങളിലേക്ക് കടക്കുമ്പോൾ യാത്രയ്ക്ക് കുറച്ചും കൂടി ഒരു ഇമ്പം കൂട്ടാൻ വേണ്ടിയിട്ട് അവർ കുറേ ബ്രിഡ്ജുകൾ ഭയങ്കര ലോ ആയിട്ടാണ് ചെയ്തു വെച്ചേക്കണേ. നമ്മൾ കുമ്പിട്ട് ബോട്ടിൽ കിടന്നാലേ ആണ് തല അടിക്കാണ്ട് നമുക്ക് അങ്ങോട്ട് കടന്നു കിട്ടുള്ളൂ. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മുടെ പിന്നിൽ വരുന്ന കുറേ പേരൊക്കെ നമ്മളെക്കാൾ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇത് കടന്നു പോകുന്നൊക്കെ വെച്ച് അത് ഭയങ്കര രസമായിരുന്നു. ആ ബോട്ട് ട്രിപ്പിലെ ഏറ്റവും ഫൺ മൊമെന്റ്സ് അതായിരുന്നു. ഇടിച്ചിടിച്ചിട്ടാ പോണേ. ജർമ്മനി ഐസ്ക്രീമാ. How do you feel?
റിവേഴ്സ് എടുത്തിട്ട് വരണേ എവിടേക്ക് വരണേ? വണ്ടി പാർക്ക് ചെയ്യാനാ. എക്സ്പേർട്സ് ആണ് എക്സ്പേർട്സ്. അങ്ങനെ ഞങ്ങൾ ഓടിക്കാൻ താല്പര്യമുള്ളവരൊക്കെ മാറി മാറി ഓടിച്ച് ട്രൈ ചെയ്തു. വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ ബോട്ട് ഓടിക്കുകയും വേണം. ഇതിൻ്റെ ചുറ്റും നല്ല കിടുക്കം സ്ഥലങ്ങളാണ്, നിറച്ച് പൂക്കളും വീടുകളൊക്കെ എന്ത് ഭംഗിയാണെന്നറിയോ. അപ്പോൾ ഇതൊക്കെ കാണുകയും വേണം, ഈ ബോട്ട് ഓടിക്കുകയും വേണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. പക്ഷെ രസമായിരുന്നു. അങ്ങനെ നമ്മുടെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ കരക്കെടുക്കാം. നമ്മൾ അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വരെ ചെയ്ത് വിട്ടു. അയാള് ഇത്ര നേരം എങ്ങനെ ഓടിച്ചോ? അതാണ് അമ്മച്ചി പറയണത്, ചിരിച്ചിരിച്ച് മൂടും നനഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ബോട്ട് റൈഡ് കഴിഞ്ഞ് വന്നു കേട്ടോ. അടിപൊളി ഫണ്ണായിരുന്നു. ഞങ്ങൾ നന്നായി എൻജോയ് ചെയ്തു. ഞങ്ങൾ ഗീത്തോൺ വില്ലേജ് എന്ന് പറഞ്ഞ ഇതിൽ നിന്നാണ് ഞങ്ങൾ ബോട്ട് എടുത്തത്. ഇവിടെ ചെറിയ 2 ടൈപ്പ് ബോട്ടാണ് ഞങ്ങൾ കണ്ടത്. ഒരു ചെറിയ ടൈപ്പ്, ഒരു വലിയ ടൈപ്പ്. ഞങ്ങൾ വലുതെടുത്തത്. കുറച്ചും കൂടിയും കംഫർട്ടാണ്. സാധാ ബോട്ടിന് 50 യൂറോയും ഞങ്ങളെടുത്ത ടൈപ്പിന് 85 യൂറോയാണ് വീക്ക് ഡേയ്സിൽ. ഇതന്നെ കുറച്ചും ഒരു 10 യൂറോ വെച്ചിട്ട് കൂടും വീക്കെൻഡ്സിൽ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 hours വരെയാണ് 50 ഈ റേറ്റ്. 2 hours മേലെ പോവുകയാണെങ്കിൽ അതനുസരിച്ചിട്ട് കൂടും. എവിടെ നിന്ന് കിട്ടി? കണ്ടു, ഐസ്ക്രീം കണ്ടു. ടേസ്റ്റ് ഉണ്ടോ? യമ്മിയാണോ? അമ്മച്ചേ ക്ലാസ്സിൽ കണ്ടില്ല. അല്ല ഒരെണ്ണത്തിനെ പറ്റിയ ഇഷ്ടംപോലെ. ബോട്ടൊക്കെ തിരിച്ചു കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് നടക്കാൻ ഇറങ്ങി. വർത്താനമൊക്കെ പറഞ്ഞ് ഫോട്ടോ ഒക്കെ എടുത്ത് കുറേ നേരം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. ആംസ്റ്റർഡാം സിറ്റിയിലാണ് ഇന്നത്തെ നമ്മുടെ സ്റ്റേ. ഇവിടെ നിന്നൊരു 1.5 മണിക്കൂറിൻ്റെ ഡ്രൈവ് ഉണ്ട്. രാത്രിയായി തുടങ്ങി. അപ്പം നമുക്ക് തിരിച്ചു പോകണം. സമ്മർ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇത്രയും വെളിച്ചം. ഇന്നത്തെ യാത്രകളൊക്കെ അവസാനിപ്പിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ആംസ്റ്റർഡാമിൽ നിന്നുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.